നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലൂപ്സ് ആണ്. ലൂപ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്നത് നമുക്കൊരു നിശ്ചിത കണ്ടീഷൻ ആവുന്നത് വരെ നമുക്കൊരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ലൂപ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഞാൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഞാൻ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. സോ ഉദാഹരണമായി എനിക്ക് ഇനി ഒരു 5 പ്രാവശ്യം ഹലോ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അത് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 പ്രാവശ്യം ഇത് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കിവിടെ കാണാം 5 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ BR ടാഗ് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത് സിംഗിൾ ലൈനിൽ വന്നത്. സോ ഞാനിവിടെ ഒരു BR ടാഗ് കൊടുക്കുന്നു. സോ പ്ലസ് ഞാനൊരു BR ടാഗ് കൊടുക്കുന്നു. ശേഷം ഞാനിത് കോപ്പി ചെയ്ത് 5 തവണ പേസ്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 5 തവണ ഹലോ എന്ന് ലഭിക്കുന്നു. സോ നമുക്ക് 10 തവണ വേണമെങ്കിൽ നമ്മളിത് കോപ്പി ചെയ്ത് 10 തവണ ഇതുപോലെ എഴുതേണ്ടി വരും. സോ ഇങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രാം, ഇതിപ്പോൾ നമ്മൾ സിമ്പിൾ പ്രോഗ്രാം ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിഞ്ഞത്. സോ ഇതുപോലെ വലിയൊരു പ്രോഗ്രാമാണ് നമുക്ക് ഇതുപോലെ റൺ ചെയ്യേണ്ടതെങ്കിൽ സോ നമുക്ക് ഇതുപോലെ ഒരുപാട് തവണ എഴുതാൻ സാധിക്കില്ല. സോ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ലൂപ്പ് എന്ന് പറയുന്നത്. സോ ഇതൊരു എക്സാമ്പിൾ ഉദാഹരണമായി മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം ഇവിടെ പറഞ്ഞത്. സോ നമുക്ക് ലൂപ്പ് ഉപയോഗിച്ച് നമുക്കൊരു കണ്ടീഷൻ ആവുന്നത് വരെ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ റൺ ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണമായി നമുക്ക് സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം. സോ ലൂപ്സിൽ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ഫോർ ലൂപ്പാണ്. സോ ഫോർ ലൂപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫോർ ലൂപ്പിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഈ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ആണ്. സോ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമ്മൾ കൊടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. പ്രോഗ്രാം എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണമെന്നും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ കണ്ടീഷനാണ്. സോ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോർ ലൂപ്പിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നു. അതിനുശേഷം അപ്ഡേറ്റ് കൗണ്ടർ എന്ന് പറയുന്ന ഭാഗമാണ്. സോ ഇവിടെ നമ്മൾ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ കൂട്ടുന്നു, ചിലപ്പോൾ കുറക്കുന്നു. ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വീണ്ടും ട്രൂ ആയി കഴിഞ്ഞാൽ വീണ്ടും അതിനുള്ളിലുള്ള കോഡ് റൺ ആവുന്നു. സോ ഒരിക്കൽ അത് ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് ഇവിടെ എൻഡ് ആവുന്നു. സോ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഫോർ ലൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആദ്യമായി ഫോർ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇതിനുള്ളിലാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ കൊടുക്കുന്നത്. സോ നമ്മൾ വാർ എന്ന് പറയുന്ന ഒരു കീവേഡ് കൊടുക്കുന്നു. കീവേഡ് വാർ i = 1. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഹലോ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കൊടുത്ത മെസ്സേജ് 5 തവണ പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വാർ i = 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ കണ്ടീഷൻ കൊടുക്കുന്നു. i <= 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മളിതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ നമ്മുടെ കോഡ് എന്തായിരുന്നു? ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഹലോ ഒരു BR ടാഗ് കൂടി കൊടുക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ലൈനിൽ കിട്ടുന്നതിന് വേണ്ടി ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഇനീഷ്യലൈസേഷൻ ചെയ്തു, വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കോഡ് കൊടുത്തു. ഇനി നമ്മൾ അപ്ഡേറ്റ് കൗണ്ടർ കൊടുക്കണം. സോ നമുക്ക് നമ്മുടെ ഈ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. സോ 5 തവണ പ്രിൻറ്റ് ചെയ്യേണ്ടതുണ്ട്, 5 എത്തിക്കേണ്ടതുണ്ട്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മളൊരു അപ്ഡേറ്റ് കൗണ്ടർ കൊടുക്കുന്നു. അതായത് ഒരു ഐയുടെ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൊടുക്കുന്നു. സോ ആദ്യം ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ശേഷം ഇതിനുള്ളിൽ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. പിന്നെ ഈ അപ്ഡേറ്റ് കൗണ്ടർ i++ നമ്മൾ പഠിച്ചിരുന്നു, അതിനോട് കൂടി 1 കൂട്ടുന്നു. ശേഷം ഇത് 2 ആവും. വീണ്ടും ഈ ഹലോ പ്രിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അതുപോലെ 5 ആവുന്നത് വരെ ഈ ഹലോ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ 5 കൂടി കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് ഇവിടെ എൻഡ് ആവുന്നു. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഹലോ എന്ന് നമുക്ക് 5 തവണ ലഭിച്ചു. സോ ഇതിനുള്ളിൽ നമുക്ക് ഏത് കോഡും കൊടുക്കാം. സോ നമ്മൾ എക്സാമ്പിളായി മാത്രമാണ് ഹലോ എന്ന് പറയുന്ന ഈ കോഡ് കൊടുത്തത്. സോ ഞാനിവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 10 തവണ ഈ ഒരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി ഉദാഹരണമായി എനിക്ക് ഈ നമ്പറാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ സോ നമ്മൾ ഓൾറെഡി ഐയിൽ 1 ഉണ്ട്. സോ ഞാനിവിടെ i എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 10 തവണ നമുക്ക് ഐയുടെ വാല്യൂ ഇതുപോലെ ലഭിക്കുന്നു. കാരണം ഐയുടെ വാല്യൂ ആദ്യം 1 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും, പിന്നെ 3 ആയിരിക്കും, അങ്ങനെ 10 വരെ നമുക്ക് ലഭിക്കുന്നു. സോ ഉദാഹരണമായി എനിക്ക് 10 മുതൽ 15 വരെയാണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് 10 എന്ന് കൊടുക്കുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് 15 എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് 10 മുതൽ 15 വരെ ലഭിക്കുന്നു. സോ ഇത്തരത്തിലാണ് ഫോർ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വൈൽ ലൂപ്പാണ്. സോ വൈൽ ലൂപ്പ് പ്രവർത്തിക്കുന്നത് വൈൽ ലൂപ്പിൽ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കണ്ടീഷനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വീണ്ടും ട്രൂ ആണെങ്കിൽ വീണ്ടും കോഡ് റൺ ആവുന്നു. ഒരിക്കൽ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വൈൽ ലൂപ്പ് അവിടെ അവസാനിക്കുന്നു. സോ ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. സോ നമുക്ക് വൈൽ ലൂപ്പിൽ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ നേരത്തെ ചെയ്ത സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ വൈൽ ലൂപ്പ് എന്ന് കൊടുക്കുന്നു. വൈൽ ലൂപ്പ്. സോ നമ്മൾ വൈൽ ലൂപ്പിൽ നമുക്ക് 1 മുതൽ 5 വരെയുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി വാർ എന്ന് പറയുന്നൊരു i എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ ഞാൻ 1 എന്ന് അസൈൻ ചെയ്യുന്നു.
ശേഷം ഞാൻ വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. വൈൽ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. i <= 5. i 5 5ൽ കുറവാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുള്ളിൽ ഞാൻ വൈൽ ലൂപ്പിൻ്റെ ബ്ലോക്കിനുള്ളിൽ ഞാൻ നമ്മുടെ പ്രോഗ്രാം കോഡ് കൊടുക്കുന്നു. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നമ്മുടെ ഐയുടെ വാല്യൂ ആണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. i എന്ന് കൊടുക്കുന്നു. ശേഷം ഒരു നെക്സ്റ്റ് ലൈനിൽ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളൊരു br ടാഗ് കൂടി കൊടുക്കുന്നു. br ടാഗ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഐയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളതിന് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൊടുക്കുന്നു. എന്നാൽ മാത്രമേ 1ൽ നിന്ന് 2 ആവുകയുള്ളൂ, 2ൽ നിന്ന് 3 ആവുകയുള്ളൂ. സോ നമ്മളിവിടെ i++ എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം എനിക്ക് 1 മുതൽ 5 വരെയുള്ള സംഖ്യ ഇതുപോലെ പ്രിൻ്റായി ലഭിക്കുന്നു. സോ നമ്മൾ ആദ്യം വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തു. അതിന് i1 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. ശേഷം നമ്മളിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഇതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് നമുക്ക് റൺ ആവും. സോ നമുക്കിനി ഹലോ ആണ് 5 പ്രാവശ്യം വേണ്ടതെങ്കിൽ ഞാൻ i എന്ന് മാറ്റി ഇവിടെ ഹലോ എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹലോ എന്ന് 5 തവണ പ്രിൻ്റ് ലഭിക്കുന്നു. സോ 10 തവണ വേണമെങ്കിൽ ഞാനിവിടെ 10 എന്ന് കൊടുത്ത ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 തവണ ലഭിക്കുന്നു. സോ എനിക്ക് 10ൽ നിന്ന് 10 മുതൽ 1 വരെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ആദ്യമായി ഐയുടെ ഇനീഷ്യൽ വാല്യൂ ഞാൻ 10 എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. കണ്ടീഷൻ നമ്മൾ 10ൽ നിന്ന് 1ലോട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ i > 1 എന്ന് കൊടുക്കുന്നു. ഐയുടെ വാല്യൂ 1 1ൽ കൂടുതലാണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ അതിനർത്ഥം 1ൽ കുറവായി കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് ഇവിടെ എൻഡ് ആവണം. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററാണ് കൊടുത്തത്. വാല്യൂ കൂട്ടുകയായിരുന്നു ചെയ്യുന്നത്. സോ അതിന് പകരമായി നമ്മൾ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൊടുക്കേണ്ടതുണ്ട്. അതായത് i - വാല്യൂ കുറച്ച് കൊണ്ടുവരണം 10ൽ നിന്നും. സോ ഇനി നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത് ഐയുടെ വാല്യൂ ആണ്. സോ നമ്മൾ i എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം 10ൽ നിന്ന് 1ലോട്ട് ഇതുപോലെ നമുക്ക് പ്രിൻ്റ് ലഭിക്കുന്നു. സോ ഇങ്ങനെയാണ് വൈൽ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡു വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പിൻ്റെ മറ്റൊരു വേരിയൻ്റാണ് ഡു വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിൽ നമ്മൾ ചെയ്തിരുന്നത് ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നാൽ വൈൽ ലൂപ്പിൽ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്തത്. നമ്മൾ ആദ്യം കോഡ് റൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. സോ ഉദാഹരണമായി ഞാനിവിടെ i = 1 എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ ഡു എന്ന കീവേഡ് കൊടുക്കുന്നു. അതിന് ശേഷം കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ കോഡ് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടില്ല. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് നമ്മളിതിനുള്ളിൽ ജസ്റ്റ് ഹലോ എന്ന് കൊടുക്കുന്നു. അതുപോലെ ഒരു br ടാഗ് കൂടി കൊടുക്കുന്നു. br. ശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കണ്ടീഷൻ ഡൂവിൻ്റെ ബ്ലോക്കിന് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ വൈൽ എന്ന് പറയുന്ന കീവേഡ് കൊടുത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. i <= 5 നമ്മൾ ഹലോ എന്ന് 5 തവണ പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. i <= 5 ആണെങ്കിൽ നമ്മൾ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. സോ അതുപോലെ നമുക്ക് നമ്മുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് നമുക്കൊരു ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ കൂടി കൊടുക്കേണ്ടതുണ്ട്. സോ ഞാനിവിടെ i++ എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ എന്ന് 5 തവണ ലഭിക്കുന്നു. സോ ഇങ്ങനെയാണ് ഡു വൈൽ ലൂപ്പ് പ്രവർത്തിക്കുന്നത്. ഡു വൈൽ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള വ്യത്യാസം, ഡു വൈൽ ലൂപ്പിൽ നമ്മൾ ആദ്യം കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ വൈൽ ലൂപ്പിൽ നമ്മൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം.